കോൺഗ്രസിൽ ഇനി സ്ഥാനാർത്ഥി തർക്കത്തിന്റെ നാളുകൾ. എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ ഭിന്നത രൂക്ഷം. മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള കടിപിടി UDFന്റെ സാധ്യത ഇല്ലാതാക്കുമെന്ന് ആശങ്ക. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 6 എംപിമാർ സന്നദ്ധത അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ മുതൽ വടകരയിലെ ഷാഫി പറമ്പിൽ വരെ നീളുന്ന പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ MP കെ സുധാകരൻ, മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്, പത്തനംതിട്ട MP ആന്റോ ആന്റണി എന്നിവർ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അറിയുന്നത്. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ഏക ഡിമാൻഡ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും അടുത്ത തവണ മത്സരിക്കാൻ തന്നെ അനുവദിക്കണമെന്നായിരുന്നു. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ സുധാകരൻ. കൊടിക്കുന്നിൽ സുരേഷിന്റെ ലക്ഷ്യവും മന്ത്രി കസേര തന്നെ. UDF കൺവീനറായ അടൂർ പ്രകാശും മത്സരിക്കുന്നതിന് ഒരുങ്ങി നിൽക്കുകയാണ്. കോന്നിയിൽ നിന്നും ജനവിധി തേടാനും UDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട കോന്നി മണ്ഡലം തിരിച്ചു പിടിക്കാനുമായി താൻ മത്സരിക്കേണ്ടതുണ്ടെന്ന് അടൂർ പ്രകാശ് KPCC നേതൃത്വത്തെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ ശശി തരൂർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തി കാണിക്കണമെന്നായിരുന്നു തരൂരിന്റെ ആവശ്യം. എന്നാൽ തരൂരിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. AICC തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനു ശേഷം തരൂർ നടത്തിയ നീക്കങ്ങളിൽ ഒന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി കസേര പിടിക്കുക എന്ന ലക്ഷ്യം വെച്ചായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളെയും ചില സാമുദായിക നേതാക്കളെയും കണ്ട് തരൂർ ചർച്ചകൾ നടത്തിയിരുന്നു. ശശി തരൂരിന്റെ നീക്കങ്ങൾക്ക് ചില കോണുകളിൽ നിന്നും അനുകൂലമായ പ്രതികരണങ്ങളും വന്നിരുന്നു. A ഗ്രൂപ്പിലെ ചില നേതാക്കൾ തരൂരിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നുവെങ്കിലും പിന്നീട് അവർ പിൻവാങ്ങി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കാനുള്ള സാധ്യത വിരളമാണ്. കാരണം കോൺഗ്രസ് നേതൃത്വത്തെ നിരന്തരം പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തരൂർ. എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസ് വിടുമെന്ന സംശയം നിലനിൽക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചാലും ഒരിടത്തു നിന്ന് പോലും പിന്തുണ ലഭിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. കെ സുധാകരന്റെ കാര്യത്തിലും അനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. MP സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കെ തന്നെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന് ഹൈക്കമാൻഡിനെ സുധാകരൻ അറിയിച്ചിരുന്നതാണ്. എന്നാൽ സിറ്റിംഗ് MPമാർ എല്ലാവരും മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് കെ സുധാകരന് മത്സരിക്കാൻ നിർബന്ധിതനായി തീർന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ UDFന് അധികാരം ലഭിക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് MPമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വടകരയിൽ ഷാഫി പറമ്പിലും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും കടുത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ അതിജീവിച്ചാണ് ജയിച്ചു കയറിയത്. MPമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവരും. ചില സീറ്റുകൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലിലാണ് മുതിർന്ന നേതാക്കൾ. പാലക്കാട് MLA ആയിരുന്ന ഷാഫിയെ വടകരയിൽ ഇറക്കിയാണ് മണ്ഡലത്തിൽ വൻ വിജയം നേടിയത്. വടകര MP ആയിരുന്ന K മുരളീധരനെ തൃശൂരിലേക്ക് മത്സരിക്കാനായി എത്തിച്ചത് അവിടുത്തെ തോൽവിക്ക് കാരണമായി. വട്ടിയൂർക്കാവ് MLA ആയിരിക്കെ വടകരയിൽ മത്സരിക്കാൻ പോയതോടെ ആ സീറ്റും കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. വടകര MP ആയിരിക്കെ നേമത്ത് മത്സരിക്കാനായി പോയെങ്കിലും അവിടെയും മുരളീധരൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. MPമാരുടെ ഈ നീക്കത്തോടുള്ള KPCC നേതൃത്വത്തിന്റെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. KPCC DCC പുനഃസംഘടനകൾ പോലും തർക്കം കാരണം യഥാസമയം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നതിന്റെ അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. ഇതിനു പിന്നാലെ MPമാർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് AICC നേതൃത്വം. MPമാർ കൂട്ടത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീക്കം നടത്തുന്നതിൽ കേരളത്തിലെ ഭൂരിപക്ഷം നേതാക്കളും തങ്ങളുടെ എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. MPമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെയും നിയമസഭയിലേക്ക് മത്സരിപ്പിക്കരുതെന്നും അത് UDFന് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്നുമാണ് മുൻ KPCC അധ്യക്ഷനായ K മുരളീധരൻ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള നേതാക്കളും MPമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് യോജിക്കുന്നില്ല. ചില MPമാർ തങ്ങളുടെ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നേ ഉള്ളൂ. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്തൊക്കെയായാലും ശരി, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള നേതാക്കന്മാരുടെ കടിപിടി ഇതുപോലെ തുടർന്നാൽ മൂന്നാമതും UDFന് പ്രതിപക്ഷത്ത് തന്നെ തുടരേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.